നീ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ്. നിനക്ക് മുന്നോട്ട് പോകുമോ, ഇതെല്ലാം അവസാനിക്കുമോ എന്നറിയത്തില്ല. നിന്റെ കൂടെ വേറെ ആര് വന്നിട്ടുണ്ട്? നീ ഡൈവോഴ്സ് ചെയ്യാൻ വന്ന, നാളെ ഡൈവോഴ്സിന്റെ പേപ്പർ കൊടുക്കാൻ വന്ന, ഈ പെൺകുട്ടി അവിടെ കരഞ്ഞോണ്ടേക്കും യേശുവിനോട് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ക്രൂഷ്യൽ മൊമെന്റിൽ അവിടെ നിൽക്കുക. കർത്താവിനോട് പറഞ്ഞു ഡൈവോഴ്സ് ക്യാൻസൽ ചെയ്തേക്കാം. ദൈവം ഒളിക്കുന്ന ദൈവമല്ല, പണിയുന്ന ദൈവം. നീ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിന്റെ കൺമുമ്പിൽ എനിക്കൊരു വെളിപ്പാട് വന്നു. നീ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ്. നിനക്ക് മുന്നോട്ട് പോകുമോ, ഇതെല്ലാം അവസാനിക്കുമോ എന്നറിയത്തില്ല. നിന്റെ കൂടെ വേറെ ആര് വന്നിട്ടുണ്ട്? ഇവിടെ ഹസ്ബൻഡാണ്. എന്നെയാ ഞാൻ ചോദിച്ചു. എടാ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? മക്കളുണ്ടോ? ഇല്ലേ? നീ എവിടാ ജോലി ചെയ്യുന്നത്? ഡൈവോഴ്സ് ചെയ്യാൻ പോവാണോ? നീ ഡൈവോഴ്സ് ചെയ്യാൻ വന്ന, നാളെ ഡൈവോഴ്സിന്റെ പേപ്പർ കൊടുക്കാൻ വന്ന, പക്ഷെ യേശു പറയുക ഡൈവോഴ്സ് ചെയ്യണ്ടെന്ന്. നീ ഒരു അഭിഷക്തനാവാനുള്ളതെന്ന്, നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിൽക്കാൻ, നിന്റെ മേൽ നിയോഗമുണ്ടെന്ന് പറയാൻ യേശു എന്നോട് പറയാ. കൈയടിക്കാൻ പറ്റുന്ന ആളുകൾ കൈയടിച്ച് ഇന്ന് രാവിലെ ഒരുമിച്ച് വിളിച്ച് ചലിപ്പിച്ചു വിളിച്ച് പട്ടണത്തെ അളക്കാൻ യേശു നിന്നെ ഉപയോഗിക്കും. നമ്മളെ പരിചയമുണ്ടോ? ഇല്ല. ആദ്യമായിട്ട് കാണുക. നമ്മളെ പരിചയമുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുക. എടാ, ഈ പെൺകുട്ടി അവിടെ കരഞ്ഞോണ്ടിരിക്കും യേശുവിനോട് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ക്രൂഷ്യൽ മൊമെന്റിൽ അവിടെ നിൽക്കുക. കർത്താവിനോട് പറഞ്ഞു ഡൈവോഴ്സ് ക്യാൻസൽ ചെയ്തേക്കാം. കൈയടിച്ചു വിളിക്കാവുന്ന ഒരു സഭ ഇന്ന് രാവിലെ ഉറക്കം വിളിച്ച് ഈ രാവിലെ അതിന്റെ നടുവിൽ നടന്നു വന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവം പൊളിക്കുന്ന ദൈവമല്ല, പണിയുന്ന ദൈവമാണ്. മോനെ, നിന്നെ കണ്ടപ്പം സ്പഷ്ടമായി ആത്മാവിനോട് പറഞ്ഞു, നീ ഒത്തിരി പ്രാവശ്യം ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിച്ച, ഒത്തിരി പ്രാവശ്യം. സത്യമല്ലേ? ഒരുപാട് പ്രാവശ്യം. നിങ്ങളെ ദൈവം യോജിപ്പിച്ചതാ. നിങ്ങൾക്ക് ഏത് പാസ്റ്റർ കല്യാണം നടത്തിയേ? ചാണ്ടി പാസ്റ്റർ, നമ്മുടെ സുവാർത്തയിലെ അല്ല, IPCയിലെ. ഞങ്ങൾ ഏറ്റവും അവസാനം പറയും, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കണം. എടാ, നീ സുവിശേഷകനാ. ഞാൻ കാണുന്നത് എന്നാണെന്നറിയോ? നിങ്ങളുടെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് നിൽക്കുന്ന കാണുന്നേ. നീ ശരിക്കും ഡൈവോഴ്സ് ചെയ്യാൻ വന്ന നിന്റെ പ്ലാൻ അതാ. പക്ഷെ ഇന്ന് രാവിലെ നിന്റെ മനസ്സ് ദൈവം ഇടിച്ചു കളയുക. എടി, നിന്നോട് ഞാൻ പറയുക, നിന്റെ പേരെന്തുവാ? നിഷ. മാറണം. നിഷയുടെ അമ്മയാണോ? മോന്റെ അമ്മയാ. നിന്റെ അമ്മയ്ക്ക് ഡൈവോഴ്സ് ചെയ്യാൻ ഇഷ്ടമില്ല, മരുമോളെ ഇഷ്ടമാ, അല്ലയോ? ആന്നടാ, മരുമോളെ വിടത്തില്ലടാ അമ്മയമ്മ. നീ വിട്ടാലും വിടത്തില്ലടാ. അമ്മയമ്മ പ്രാർത്ഥിച്ചോണ്ട് വന്നാ നിന്ന് രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് യേശു ഈ അമ്മയുടെ കരച്ചിൽ കണ്ടോ? ഈ അമ്മ പ്രാർത്ഥിച്ചോണ്ട് വന്ന യേശുവേ എന്റെ മോനെ തുടരെന്ന് പ്രാർത്ഥിച്ച. എടാ മോനെ, നീ സുവിശേഷതയ്ക്കുള്ളതാ, ദൈവത്തിനുള്ളതാ, ദൈവരാജ്യത്തിനുള്ളതാ. അതിനാ ദൈവം നിന്നെ വിളിച്ചേ.
യേശു നമ്മളോട് ക്ഷമിച്ച യേശുവിന്റെ മനോഭാവം നമുക്കുണ്ടാവണ്ടേ. ഡൈവോഴ്സ് ക്യാൻസൽ പറയടാ, നിങ്ങളെ കൈയടിച്ചാവി പറ. ഇനി ഡൈവോഴ്സ് ചെയ്യത്തില്ല. നീ ദുബായ് ചർച്ച് തുടങ്ങണം, ചർച്ച് തുടങ്ങണം. നിനക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, നിന്റെ അകത്ത് ദൈവകൃപയുണ്ട്, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കും. എടി മോളെ, സംശയം വേണ്ട, അവനെ സംശയിക്കല്ല. നിനക്ക് ഭയങ്കര സംശയ കേട്ടോ, സംശയിക്കല്ല, സംശയിക്കല്ല. അവനെ നീ ഫ്രീഡത്തിന് വിടണം. വിടുവോ? പറ പറ. നീ വഴക്കുണ്ടാക്കും, വഴക്കുണ്ടാക്കല്ല. പറ എടാ, ഇനി അവള് വഴക്കുണ്ടാക്കത്തില്ല. സത്യമാണോ? ശരി, എന്നാ മുട്ടൂത്ത കൈ കോർത്ത് പിടിക്ക. എല്ലാരും കൂടെ ഒന്ന് കൈ അടിച്ചു പ്രാർത്ഥിച്ചു. ഇറങ്ങി മൈക്ക് പിടിച്ച പ്രാർത്ഥിക്കാൻ പോ. അപ്പച്ചാ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുക. ഇതൊന്നും ഞങ്ങൾ നിശ്ചയിച്ചതല്ലല്ലോ, അങ്ങയുടെ പദ്ധതിക്കായി സ്തോത്രം. അവര് കോടതി പോകേണ്ടവരല്ലല്ലോ, ഞങ്ങളുടെ മുകളിലൊരു കോടതി ഉണ്ടല്ലോ. ഇന്ന് രാവിലെ എലോഹീമിനൊക്കെ കോടതി വന്നതിന് സ്തോത്രം. സർവശക്തനായ ദൈവം ചലിച്ചതിന് സ്തോത്രം. അങ്ങയുടെ പദ്ധതിക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക. ഇവർക്ക് തലമുറ ഉണ്ടാകണം, ഇവർ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം, ഇവൻ സുവിശേഷകനാകണം, ഇവൻ ശക്തനായി മാറണം, ഇവർ രണ്ടിനും ദൈവം ഉപയോഗിക്കണം. ഇത് കണ്ടുടുക്ക കാണാൻ ഈ അമ്മ ദൈവം ഇടയാക്കുന്നതിന് സ്തോത്രം. ഇവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾ ഏത് രാജ്യത്തായിരിക്കുന്നോ എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന സമയങ്ങളിൽ കുടുംബ പ്രാർത്ഥന വേണം. മോളെ, എല്ലാവരോടും മിണ്ടാൻ സമ്മതിക്കണം. സമ്മതിക്കത്തില്ലയോ? നീ സമ്മതിക്കത്തില്ല കേട്ടോ. നിന്റെ മേലൊരു പോരാട്ടമുണ്ട്. ആരും പറഞ്ഞിട്ടില്ല, ഞാൻ പറയുക. തരം പറഞ്ഞപ്പോൾ ബാക്കിയോട് പറയണ്ടായോ? പിന്നെ അവന് വേറെ ലൈനൊന്നും ഇല്ല കേട്ടോടാ. ഇടി ഉണ്ടെങ്കിൽ ഞാനിപ്പോ പറയത്തില്ലയോ? ആ, വിളിച്ചിരിക്കുവാ, നിങ്ങൾ പോയിരുന്നോ. എൻ വീടും എൻ വീട്ടാരും